ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയേക്കണേ. ജോബ് കാളിൽ പറയുന്നത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ഹെഡ്ലൈറ്റ് ഇടയ്ക്ക് പോണ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ബൾബ് അടിച്ചു പോകുന്നുണ്ട് ഇടയ്ക്ക്. ഹാൻഡിൽ ബാർ ചെക്കപ്പ്, അതായത് ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാളിൽ പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വെട്ടൽ കാണിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അത് ശരിക്കും ഇപ്പോൾ വലിയ പ്രോബ്ലത്തിലേക്ക് ആയിട്ടില്ല. കുറേ കൂടി ഓടുന്നതിൻ്റെ അനുസരിച്ച് അത് കൂടുതലായിട്ട് കാണിക്കും. അത് നമുക്ക് ടയർ മാറ്റിയിട്ടാലാണ് അതൊരു ശാശ്വത പരിഹാരമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും ഒരേ അളവ് ടയറാണ്. ഫ്രണ്ടും ബാക്കും 10 ഇഞ്ച് വീലാണ് വന്നേനെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ബാക്ക് ടയറാണ് നമ്മുടെ വണ്ടിയുടെ പെട്ടെന്ന് തീരുള്ളൂ. ആ തീരുന്ന സമയത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ റിമ്മേപ്പാടി ബാക്കിലേക്ക് ഇട്ടിട്ട് ബാക്കിലെ റിമ്മുമ്പോൾ പുതിയ ടയർ ഇട്ട് അത് ഫ്രണ്ടിൽ യൂസ് ചെയ്യുക. അതായത് റൊട്ടേഷൻ ചെയ്തിടാം. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ ഇതേപോലെ ഇത്ര കട്ടകളൊന്നും ഇടരുത്. ശരിക്കും ആ കമ്പനി പാറ്റേൺ തന്നെ യൂസ് ചെയ്യുക. അതായത് നമുക്ക് ആ ഫ്രണ്ട് വീലുമ്പോൾ കിടക്കണം അതേപോലത്തെ ടയർ തന്നെ യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി സർവീസിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചു നോക്കുന്ന സമയത്ത് ബ്രേക്ക് അത്ര കംഫർട്ടല്ല. ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. ബ്രേക്ക് ഒരു സ്മൂത്ത്നെസ് കുറവുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നല്ല തെറിപ്പാണ്. ചെറിയൊരു ഗട്ടറിൽ ചാടിയാൽ പോലും ഫ്രണ്ട് നല്ല തെറിപ്പ് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയൊരു പ്രോബ്ലംസ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ വലിയ പഴക്കമില്ല, പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കുന്നത്. എന്നാൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ബ്രേക്ക് ലൈനർ തന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാമേ. പരമാവധി ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാറ്റിയിടുമ്പോൾ ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് ഇടുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഹബ്ബിനും തേമാനവും ഡബിളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചേക്കല്ലേ, പരമാവധി ഉപയോഗിച്ച് തീർക്കുക. ഉപയോഗിച്ച് തീർന്ന് മാറ്റണ സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ബാക്ക് വീല് ഇത് ഈ ഒരു ഷാഫ്റ്റുമേ പിടിപ്പിക്കണേ. അതിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൽ ഓയിലൊക്കെ നോക്കി ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററും വലിയ പഴക്കമൊന്നുമില്ല, പക്ഷേ എയർ ഫിൽറ്ററും ഒറിജിനലും നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് എയർ ഫിൽറ്റർ കിടക്കണം കേട്ടോ. അതും തൽക്കാലം നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നീട് മാറ്റണ സമയത്ത് എയർ ഫിൽറ്ററും പ്ലഗും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ നമ്മുടെ വണ്ടിയുടെ മൈലേജിനെ ഡയറക്റ്റ് ബാധിക്കുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് ക്ലച്ച് ഗ്രീസിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റാണ് കേട്ടോ. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ പറയത്തക്ക കംപ്ലയിൻസ് എന്ന് പറയാനില്ല. ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ അത്ര മേജറായിട്ടുള്ള പ്രോബ്ലത്തിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. പരമാവധി ഉപയോഗിക്കാം. ക്ലച്ച് ഷൂ ഒക്കെയാലും നമുക്ക് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അത്യാവശ്യം ഗ്രീസ് ഉണ്ട്, എന്നാൽ പോലും ഒന്ന് ഗ്രീസ് ചെയ്തേക്കാം. നമുക്ക് അഴിച്ചിട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഓയിൽ നനവ് കാണുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. അപ്പുറത്തെ സ്റ്റിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്കായി വന്നതാണ്. ഈ സൈഡൊക്കെ അത്യാവശ്യം ഓയിൽ കാണുന്നുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ആ സൈഡ് നമ്മളിപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഓയിൽ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും വാഷും കാര്യങ്ങളൊക്കെ മാറ്റി തന്നെയാണ് പുതിയതാണ് ഇടുള്ളൂ എന്തെങ്കിലും കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. സാധാരണ ഇപ്പോഴത്തെ വണ്ടികൾ ഒട്ടുമിക്ക വണ്ടിയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. ഓവർഫ്ലോൻ്റെ അല്ലെങ്കിൽ മിസ്സിങ് എന്തെങ്കിലും പ്രശ്നം കാണിക്കാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് E20 പെട്രോൾ എന്ന് പറയും, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. നമുക്ക് വണ്ടിക്ക് വേറെ പ്രോബ്ലം ഇല്ല, തൽക്കാലം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ വണ്ടി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുറമേ നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണമെന്ന് നോക്കാം. ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടുതൽ വരും. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സീറ്റിൻ്റെ കേബിൾ ഇവിടെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. ഈ സൈഡ് നോക്കുമ്പോൾ സീറ്റ് ലോക്കിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിട്ട് അതിൻ്റെ ഓരോ കമ്പികൾ ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കേബിളും നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കാണ് എനിക്കതൊന്ന് തുറന്നിട്ട് അടയ്ക്കാൻ എന്തോ കറക്റ്റായിട്ട് അടയാഞ്ഞിട്ടെന്തോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ വന്നതാണ്. വണ്ടി സൈഡ് സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ ആ സൈഡിൽ കൂടെ ഒഴുകി അപ്പുറത്തേക്ക് വന്നതാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ പ്ലഗ് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് അടിച്ച് പോകുന്ന കംപ്ലയിൻ്റ് ആയിട്ട് റെക്ടിഫയർ യൂണിറ്റ് മാറ്റി വെച്ചാണ്. പക്ഷേ അതും ഒറിജിനലൊന്നല്ല, ഇതിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. RR യൂണിറ്റ് എന്ന് പറയും, അതായത് റെക്ടിഫയർ കം റെഗുലേറ്റർ എന്ന് പറയാം. അപ്പോൾ അതിനെ ഷോർട്ട് ഫോമിൽ RR യൂണിറ്റ് എന്ന് പറയും. അത് ഇതിൽ ഇരിക്കുന്നത് ഒറിജിനലൊന്നുമല്ല, പക്ഷേ പുതിയതാണ് കേട്ടോ.
ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയുടെ വണ്ടിയും ഇരിക്കണം. എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി 13 വോൾട്ട് ഉണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 8.92 വരും. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മീറ്റർ മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ മീറ്റർ മെക്കാനിസത്തിൻ്റെ അല്ല, കേബിൾ പൊട്ടി കിടക്കുന്നതാണ്. അപ്പോൾ കേബിൾ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. കേബിളും മാറ്റി ആവശ്യമാണെങ്കിൽ നമുക്ക് ക്രൗണും പിന്നീനും മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്പീഡോമീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിലത്തെ ഒരു ചെറിയ കട്ടറി ചാടിയപ്പോഴും തെറിപ്പ് കാണിക്കുന്നത് ഇരിക്കുന്ന കുഷൻ അസംബ്ലിയുടെ ആണ് കേട്ടോ. ഏകദേശം ഒരു 400 താഴെ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം ഒരെണ്ണത്തിന്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം നന്നായിരിക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചെറിയൊരു കട്ടറി പോലും ചാടിയാൽ പോലും വണ്ടി നല്ല തെറിപ്പാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സെൻറ്ററിലൊരു ബെയറിംഗ് ഉണ്ട്. ആ ബെയറിംഗ് കംപ്ലയിൻറ്റ് വരും. ഓൾറെഡി ഇപ്പോൾ തന്നെ ചെറിയൊരു അടിയുണ്ട്. അത് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെയറിംഗ് അത് തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതങ്ങനെ കിടന്ന് ഓടുന്തോറും വീണ്ടും അത് കംപ്ലയിൻ്റ് ആവുള്ളൂ കേട്ടോ. മാറ്റം ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കി അപ്രൂവൽ തന്നാൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ. എന്തെങ്കിലും ഞാൻ അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇടണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, ഈ കേബിളൊക്കെ തുരുമ്പിട്ടാകെ ഔട്ടർ ലോഡായിട്ട് നിൽക്കണമെങ്കിൽ കാണണം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഔട്ടർ പൊട്ടിയിട്ടുണ്ട്. ഈ കേബിളിൻ്റെയും ഔട്ടർ കൂടെ പൊട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന 2 ബ്രേക്ക് കേബിൾ മാറ്റിയിടണം നന്നായിരിക്കും. അതല്ലെങ്കിൽ വണ്ടി നമുക്ക് തള്ളണ സമയത്തൊക്കെ ടൈറ്റ്, ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നീട് സ്കിഡ് ചെയ്ത് വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. കൈയോടെ തന്നെ അത് മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ്, ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറ്റിയിടണം. അതേപോലെ സ്പീഡോമീറ്റർ കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സ്പീഡോമീറ്റർ ക്രൗണും പിന്നീനും എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഫ്രണ്ടിലേക്ക് വരുന്ന 2 ബ്രേക്കിൻ്റെ കേബിൾ, ലെഫ്റ്റും റൈറ്റും ബ്രേക്ക് കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ കുഷൻ അസംബ്ലി, അതായത് ഷോക്ക്, അത് എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടുണ്ട്. സീറ്റിൻ്റെ കേബിൾ കാണിച്ചിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. വാട്ടർ സർവീസ്, പിന്നെ ജനറലായിട്ടുള്ള സർവീസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അത്യാവശ്യം നമുക്കുള്ള മെയിൻ്റനൻസിൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ എല്ലാം അത്യാവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.